നമസ്കാരം. ഡോക്ടർ ഈസേസ് ഐ ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ സന്ധ്യ, ആയുർവേദ ഡോക്ടറാണ്. ക്യാരറ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയം. നമ്മളെല്ലാവരും ചെറുപ്പം മുതലേ പഠിക്കുന്നതും അറിയുന്നതുമായ കാര്യമാണ് ക്യാരറ്റ് കണ്ണുകൾക്ക് നല്ലതാണ്, കാഴ്ചശക്തിക്ക് നല്ലതാണ് എന്നൊക്കെ. പക്ഷേ അറിയേണ്ട ഒരു കാര്യമാണ്, ക്യാരറ്റിന് ഈ ഒരു ഗുണം മാത്രമല്ല, ഇതുപോലെ ഒട്ടനവധി ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് നമ്മുടെ ക്യാരറ്റ്. കിഴങ്ങ് വർഗ്ഗത്തിലെ റാണി എന്നാണ് ക്യാരറ്റിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ക്യാരറ്റിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ, ക്യാരറ്റ് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, വേവിച്ചിട്ടാണോ പച്ചയ്ക്ക് കഴിക്കുന്നതാണോ അതിൻ്റെ ഗുണം ലഭിക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം എത്ര ക്യാരറ്റുകൾ കഴിക്കാം എന്നൊക്കെ നമ്മുടെ ഈ വീഡിയോയിൽ നമുക്കിന്ന് കാണാം. വീഡിയോ അവസാനം വരെ കാണുക. കിഴങ്ങ് വർഗ്ഗങ്ങളിലെ ഗുണങ്ങൾ ഏറെയുള്ളതാണ് ക്യാരറ്റ്. കാരണം ഒരു പോഷകങ്ങളുടെ കലവറ തന്നെയാണ് ക്യാരറ്റ്. നാരുകൾ, ഫൈബറുകൾ, പൊട്ടാഷ്യം, കാൽഷ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് പോലുള്ള മൂലകങ്ങൾ, പിന്നെ ആൻറ്റി ഓക്സിഡൻസ് കൂടിയായ നമ്മുടെ വൈറ്റമിൻസ് ആയ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, പിന്നെ വൈറ്റമിൻ കെയും ഒക്കെ ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. പലതരം ക്യാരറ്റുകൾ, അതായത് പല നിറത്തിലുള്ള ക്യാരറ്റുകൾ ലഭ്യമാണ് എന്ന് എത്ര പേർക്കറിയാം? നമുക്ക് നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ ഓറഞ്ച് കളറിലെ ക്യാരറ്റ് ആണ് കാണുന്നത്. പക്ഷേ ഇത് കൂടാതെ പർപ്പിൾ കളറിലുള്ളത്, മഞ്ഞ കളറിലുള്ളത്, ചുമപ്പ് നിറത്തിലുള്ളത്, കറുത്ത നിറത്തിലുള്ള ക്യാരറ്റുകൾ വരെ ലഭ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ നിറവ്യത്യാസത്തിനനുസരിച്ച് ഇവയുടെ ഗുണങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം വരികയും ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാരറ്റിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസിനെയാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും കൂടാതെ കരോട്ടനോയിഡ്സ്, ലൈസിൻ, ആന്തോസയൻസ് പോലുള്ള ആൻറ്റി ഓക്സിഡൻസും ഈ ക്യാരറ്റിൽ അടങ്ങിയിട്ടുണ്ട്. അത് അതിൻ്റെ ഗുണങ്ങൾ കൂട്ടുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ നിറവ്യത്യാസത്തിനനുസരിച്ച് ഓരോ ക്യാരറ്റുകളിലും ഈ ആൻറ്റി ഓക്സിഡൻസിൻ്റെ തോതിന് വ്യത്യാസം വരുന്നുമുണ്ട്. നമ്മുടെ മാർക്കറ്റുകളിൽ ലഭ്യമാവുന്ന ഓറഞ്ച് കളറിലുള്ള ക്യാരറ്റിൽ കരോട്ടനോയിഡ്സ് ആണ് കൂടുതലായി കാണുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ക്യാരറ്റിൻ്റെ ഗുണങ്ങൾ എന്ന് വിശദമായി നോക്കാം. ചെറുപ്പം മുതലേ തന്നെ നമുക്കറിയാവുന്നത്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ക്യാരറ്റ് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്, അല്ലെങ്കിൽ കാഴ്ചശക്തിക്ക് നല്ലതാണ് എന്നൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ എ ആണ് ഇതിന് സഹായിക്കുന്നതെന്നും പലർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇതിൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ല അറിഞ്ഞിരിക്കേണ്ടത്, ക്യാരറ്റിൽ ഈ വൈറ്റമിൻ എ അതിൻ്റെ ശരിയായ ഫോമിലല്ല കാണുന്നത്, പകരം കരോട്ടിനോയിഡ്സ് ആയിട്ട്, അതായത് പ്രത്യേകിച്ച് ബീറ്റ കരോട്ടിൻ എന്ന ഫോമിലാണ് ഇത് ക്യാരറ്റിൽ കാണുന്നത്. അത് പിന്നീട് ശരീരത്തിനുള്ളിൽ ചെന്ന് വൈറ്റമിൻ എ ആയി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാരറ്റ് നിത്യവും കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് വൈറ്റമിൻ എ ലഭിക്കാനും അതുവഴി വൈറ്റമിൻ എ കുറയുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, അതായത് സാധാരണയായി ഉണ്ടാകുന്ന കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയുക, അത് പിന്നീട് നൈറ്റ് ബ്ലൈൻഡ്നസ്, നിശാന്ത്യമാവുക, രാത്രിയിൽ കണ്ണ് കാണാത്ത അവസ്ഥ, പിന്നീട് പൂർണ്ണമായ അന്ധത മുതലായ പല പ്രശ്നങ്ങൾക്കും ഒരു പോംവഴിയാവുന്നു. അതുപോലെ തന്നെ ചെറുപ്പം മുതൽ ഈ കണ്ണട വയ്ക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നതും ഒരു പരിധിവരെ തടയാൻ നമുക്ക് ഈ ക്യാരറ്റ് ചെറുപ്പം മുതലേ ശീലമാക്കുന്നത് സഹായിക്കുന്നുണ്ട്. പിന്നെ ക്യാരറ്റിൽ അടങ്ങിയിട്ടുള്ള മറ്റൊരു ഘടകമാണ് എടുത്തു പറയേണ്ടത്, നാരുകളാണ്, ഫൈബറുകൾ. സോളുബിൾ ആയിട്ടുള്ളതും ഇൻസോളുബിളും ആയിട്ടുള്ളതുമായ ഫൈബറുകൾ ക്യാരറ്റിൽ അടങ്ങിയിട്ടുണ്ട്. ധാരാളം ഫൈബറുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ടും വെള്ളം ധാരാളമായി അടങ്ങിയിട്ടുള്ളത് കൊണ്ടും അതുപോലെ തന്നെ ഊർജം വളരെ കുറവായതുകൊണ്ടും തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ പ്രമേഹമുള്ളവർക്കും ഇത് വളരെ ഗുണകരമാവും എന്നുള്ളതാണ്. ഒരു ക്യാരറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 80 മുതൽ 85% വരെ വെള്ളം തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു കപ്പ് ക്യാരറ്റ് എടുത്താൽ, അല്ലെങ്കിൽ ഒരു 100 ഗ്രാം ക്യാരറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 40 മുതൽ 50 കലോറി മാത്രമേ അതിൽ ഊർജ്ജം ഉണ്ടാവുകയുമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറഞ്ഞ ഈ രണ്ട് കൂട്ടുകാർക്കും ക്യാരറ്റ് നിത്യവും കഴിക്കുന്നത് വളരെയധികം ഗുണകരമാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ നാരുകൾ അധികമായി അടങ്ങിയിട്ടുള്ളത് കൊണ്ടും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ധാരാളമായി അടങ്ങിയിട്ടുള്ളത് കൊണ്ടും പല ക്യാൻസറുകളെ തടയാനും ക്യാരറ്റ് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ലങ് ക്യാൻസർ, കോളോറക്ടൽ ക്യാൻസർ പോലുള്ള ക്യാൻസറുകളെ തടയാൻ കഴിയുമെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളതുമാണ്. ആന്തരിക അവയവങ്ങളായ കരൾ, ഹൃദയം ഇവയുടെയൊക്കെ ആരോഗ്യ സംരക്ഷണത്തിനും ക്യാരറ്റ് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചീത്ത കൊളസ്ട്രോളായ LDL കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു, രക്തശുദ്ധി വരുത്താൻ സഹായിക്കുന്നു. പൊട്ടാഷ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ ക്രമീകരിക്കാൻ ക്യാരറ്റ് സഹായിക്കുന്നുണ്ട്. അങ്ങനെ പല വിധത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിച്ചു നിർത്താൻ ക്യാരറ്റ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കരളിൻ്റെ ആരോഗ്യത്തിനും അതിനെ ശുദ്ധീകരിക്കാനും ഒക്കെ ക്യാരറ്റ് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിൽ ധാരാളമായി കാൽഷ്യവും വൈറ്റമിൻ കെയും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലിൻ്റെ ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ്. പിന്നെ കുറവുള്ളവർക്ക്, അനീമിയ ഉള്ളവർക്കും ഇതൊരു പരിധിവരെ സഹായകരമാവുന്നുണ്ട്.
അതുപോലെ തന്നെ നിത്യവും ക്യാരറ്റ് കഴിക്കുന്നവർക്ക് പ്രതിരോധ ശക്തി കൂട്ടാനും സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു ഗുണമാണ് മുടിയുടെയും ചർമ്മത്തിൻ്റെയും സംരക്ഷണത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും ക്യാരറ്റ് ഒരു ഉപാധിയാണ് എന്നുള്ളത്. ഇതിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ആയ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ ആണ് മുടിയുടെയും ചർമ്മത്തിൻ്റെ ആരോഗ്യ സംരക്ഷണ സഹായകരമാകുന്നത്. സൂര്യപ്രകാശത്തിലുള്ള അൾട്രാ വയലറ്റ് റേസ് UV റേസിൽ നിന്നൊക്കെ സംരക്ഷിച്ച് സൺബേൺ വരാതിരിക്കാനും ചർമ്മം എപ്പോഴും ഡ്രൈനസ് ഉള്ളവർക്ക് ആ ഡ്രൈനസ് മാറ്റി മോയ്സ്ചറൈസ് ആയിരിക്കാനും അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റി ചർമ്മം എപ്പോഴും മൃദുവായും തിളക്കത്തോടെയും അതുപോലെ തന്നെ യുവത്വത്തോടെ ഇരിക്കാനും ക്യാരറ്റ് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞത് ചർമ്മത്തിൽ വെയിൽ തട്ടിയുണ്ടാകുന്ന ടാനിങ് അല്ലെങ്കിൽ ചെറിയ ചെറിയ കറുത്ത പാടുകളൊക്കെ ഹൈപ്പർ പിഗ്മെൻറ്റേഷനിൽ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പാടുകളൊക്കെ മാറ്റി കറുത്ത പാടുകളൊക്കെ മാറ്റി ചർമ്മം കുറച്ചുകൂടി തിളക്കത്തോടെ ഇരിക്കാൻ ക്യാരറ്റ് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വൈറ്റമിൻ സി പലർക്കും അറിയാം. വൈറ്റമിൻ സി കൊളജൻ എന്ന പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ വൈറ്റമിൻ സി ക്യാരറ്റിൽ അധികമായത് കൊണ്ട് തന്നെ അത് മുടിയുടെയും ചർമ്മത്തിൻ്റെയും ആരോഗ്യത്തെ ഇങ്ങനെ കൊളജൻ ഉണ്ടാക്കി ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്. മുടിയുടെയും ചർമ്മത്തിൻ്റെയും കാര്യം വരുമ്പോൾ ക്യാരറ്റ് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന പോലെ തന്നെ പുറമെ ഇടാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കിഴങ്ങ് വർഗ്ഗത്തിലെ റാണി എന്ന് വിളിക്കുന്ന ക്യാരറ്റിൻ്റെ ഗുണങ്ങൾ. ഇനി നമുക്ക് ഇത് ക്യാരറ്റ് എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ക്യാരറ്റ് നമുക്ക് വേവിച്ച് കഴിക്കാം, അല്ലെങ്കിൽ റോ ആയിട്ട് പച്ചയായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഷേക്കാക്കി കഴിക്കാം, ജ്യൂസാക്കി കഴിക്കാം. ഇന്ന് ABC ജ്യൂസൊക്കെ വളരെ പോപ്പുലറാണ്. ജ്യൂസാക്കി കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മൊത്തമായി തന്നെ കുടിക്കാൻ ശ്രമിക്കുക. അല്ലാതെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ പലതും നഷ്ടമാവും എന്നുള്ളതാണ്. പിന്നെ പലർക്കുമുള്ള സംശയമാണ് ക്യാരറ്റ് വേവിച്ച് കഴിക്കുന്നതാണോ അല്ലെങ്കിൽ പച്ചയായി കഴിക്കുന്നതാണോ കൂടുതൽ ഗുണം എന്നുള്ളത്. രണ്ടും ഗുണം തന്നെയാണ്. പക്ഷേ വേവിച്ച് കഴിക്കുമ്പോൾ അതിൽ വൈറ്റമിൻ സി കുറച്ച് നഷ്ടമാവും എന്നുള്ളതാണ്. പക്ഷേ വേവിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ള വൈറ്റമിൻസിൻ്റെയും ആൻറ്റി ഓക്സിഡൻസിൻ്റെയും അബ്സോർപ്ഷൻ കുറച്ചുകൂടി കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ കഴിക്കുന്നത് കൊണ്ടും പ്രശ്നമില്ല എന്നർത്ഥം. അതുപോലെ തന്നെ ഒരു ദിവസം എത്ര ക്യാരറ്റ് വരെ കഴിക്കാം എന്നുള്ളതാണ്. ഒരു സാധാരണഗതിയിൽ നമുക്ക് ഒരു ദിവസം ഒരു മീഡിയം സൈസ് ക്യാരറ്റ് കഴിക്കാം എന്നുള്ളതാണ്. പക്ഷേ കൂടുതൽ കഴിക്കുന്നവർ അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുക. പ്രത്യേകിച്ച് കിഡ്നി രോഗമുള്ളവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ കഴിക്കുന്ന പോലെ തന്നെ ക്യാരറ്റ് നമ്മുടെ ചർമ്മത്തിൽ ഇടാനും ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഫേസ് പാക്ക് ആക്കിയോ അല്ലെങ്കിൽ ക്യാരറ്റ് ഓയിൽ. ഇന്നൊക്കെ ക്യാരറ്റ് ഓയിൽ വളരെയധികം പോപ്പുലർ ആയി കഴിഞ്ഞ ഒന്നാണ്. പലരും പല രീതിയിലാണ് ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കുന്നതായി കാണാം. അങ്ങനെ പല രീതിയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഗുണത്തിനും വ്യത്യാസം ഉണ്ടാവും എന്ന് അറിയുക. അപ്പോൾ ഈ ക്യാരറ്റ് ഓയിൽ നമുക്ക് പിഗ്മെൻറ്റേഷൻ, നേരത്തെ പറഞ്ഞ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളിടത്തിടാം, അല്ലെങ്കിൽ ദേഹം മൊത്തമായിട്ട് ഇടുന്നത് കൊണ്ടും പ്രശ്നമൊന്നുമില്ല. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ള സ്ഥലത്ത് നമുക്ക് ഫേസ് പാക്കുകളായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓയിലുകൾ ഉണ്ടാക്കിയിട്ടോ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്യാരറ്റിനെ പറ്റി പറയാനുള്ളത്. വെറും കാഴ്ചശക്തി മാത്രമല്ല ക്യാരറ്റിൻ്റെ ഗുണം എന്ന് ഇപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ചെറുപ്പം മുതലേ തന്നെ നമ്മുടെ ഈ ഡയറ്റിൽ ക്യാരറ്റ് ഒരു ശീലമാക്കുക. വലുതായി കഴിഞ്ഞാലും ശീലം തുടരുക. അങ്ങനെ എല്ലാവരും നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക. ഇന്ന് നിർത്തുന്നു. നന്ദി. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.